കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ അർജുന് വേണ്ടി പുഴയിൽ തെരച്ചിൽ നടത്തുന്നതിൽ പ്രതിസന്ധി ഉണ്ടെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ കഴിയുന്ന എല്ലാ ശ്രമങ്ങളും നടത്തി. ഗംഗാവലി പുഴയിൽ ശക്തമായ ഒഴുക്ക് തുടരുന്നതാണ് ഇപ്പോഴത്തെ വെല്ലുവിളി. എന്നാൽ ദൗത്യം അവസാനിപ്പിക്കില്ലെന്നും തുടരുമെന്നും ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ പറഞ്ഞു. ഗംഗാവലി പുഴയിൽ നാവികസേന പരിശോധന നടത്തി. എ.കെ. അഭിലാഷ് ഉണ്ട് വിവരങ്ങളുമായി. അഭിലാഷ്, ഇന്ന് തിരച്ചിൽ പുനരാരംഭിക്കുന്നതിനുള്ള തീരുമാനമുണ്ടാകുമെന്ന് കാത്തിരിക്കുന്നതിനിടയിലാണ് ഈ വിധത്തിൽ പ്രതികൂലമായൊരു പ്രതികരണം അവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രിയിൽ നിന്ന് തന്നെ വരുന്നത്. നിലവിൽ അടിയൊഴുക്കുണ്ടാകുന്നില്ല, അല്ലെങ്കിൽ മുകളിലും ഒഴുക്കില്ല, പുഴയുടെ ഒഴുക്ക് കുറഞ്ഞു എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. പക്ഷേ മന്ത്രി പറയുന്നത് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഈ തിരച്ചിൽ പുനരാരംഭിക്കാൻ എന്താണ് തടസ്സം അഭിലാഷ് യഥാർത്ഥത്തിൽ? ബിനിൽ, വളരെ നിർണായകമായ ചില നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നു. ഗംഗാവാലി പുഴയിൽ നാവികസേന ഒരു വട്ടം പരിശോധന നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പുതുതായി നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നാവികസേനയുടെ ഒരു ബോട്ട് ആ സ്തംഭസ്ഥലത്തേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ ഗംഗാവാലി പുഴയിൽ വ്യാപകമായ പരിശോധന നടത്തി GPR ഉപയോഗിച്ച് ട്രാക്ക് ചെയ്തു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. 3 സ്പോട്ടുകൾ ഇപ്പോൾ അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ നാളെ തന്നെ ആ സംഭവ സ്ഥലത്ത് തെരച്ചിൽ നടത്താനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. നേരത്തെ ഡി.കെ. ശിവകുമാർ പ്രതിസന്ധി ഉണ്ടെന്നും അടിയൊഴുക്കുണ്ട് എന്നൊക്കെ വ്യക്തമാക്കിയിരുന്നെങ്കിൽ പോലും ഇപ്പോൾ നാവികസേനയുടെ പരിശോധന നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ നാളെ തന്നെ അവർ ഇവിടെ എത്താനുള്ളൊരു സാധ്യത തന്നെയാണ്. ഔദ്യോഗികമായി അവർ പറയുന്നില്ല എങ്കിൽ പോലും നാളെ പരിശോധന തുടരാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് അവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുകയും ചെയ്തത്. ഏതായാലും ഒരു പക്ഷേ നമ്മൾ നാളെ തന്നെ തിരച്ചിൽ പുനരാരംഭിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ കർണാടക ഹൈക്കോടതി ഈ വിഷയം ഇന്ന് പരിഗണിക്കേണ്ടതായിരുന്നു. പക്ഷേ ഈ സമയം വരെ ഹൈക്കോടതി ഈ ഹർജി പരിഗണിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം കർണാടക സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. അതായത് തെരച്ചിൽ പുനരാരംഭിക്കണമെന്നും അതോടൊപ്പം തന്നെ മറ്റു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്നുള്ള നിർദ്ദേശമായിരുന്നു കർണാടക ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വന്നത്. പക്ഷേ ഇന്ന് ഈ ഹർജി 68-ാം നമ്പറായിട്ടായിരുന്നു പരിഗണിക്കേണ്ടത്. പക്ഷേ ഇത്രയും ഹർജികൾ ഇന്ന് പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസത്തേക്ക് ഈ ഹർജി പരിഗണിക്കാൻ മാറ്റിവെക്കും എന്നുള്ള വിവരം കൂടിയാണ് വരുന്നത്. ഏതായാലും നേരത്തെ ഡി.കെ. ശിവകുമാർ പറഞ്ഞത് ഈ പുഴയിൽ വലിയ തരത്തിലുള്ള അടിയൊഴുക്ക് ഇപ്പോഴുമുണ്ട്, അത് വലിയ തരത്തിൽ അപകട സാധ്യതയാണ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. നാവികസേന അവിടെ പരിശോധന നടത്തി എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള ഒരു സൈനായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. കാരണം ഒരുപക്ഷെ തിരച്ചിൽ പുനരാരംഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നാവികസേന ആ വിധത്തിൽ പരിശോധന നടത്തില്ല. 3 സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്തു എന്ന് പറയുന്നതും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൈനായി കാണണ്ടേ അഭിലാഷ്? തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം നേരത്തെ ഡി.കെ. ശിവകുമാർ ഇത്തരത്തിൽ തെരച്ചിൽ നടത്താൻ സാധ്യമാണോ എന്നുള്ള സംശയം പ്രകടിപ്പിക്കുന്ന ആ ഘട്ടത്തിൽ തന്നെ നാവികസേന സംഭവ സ്ഥലത്തേക്ക് എത്തുകയും ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഒരു പരിശോധന നടത്തുകയും 3 സ്ഥലങ്ങൾ അവർ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ആ 3 സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയിലേക്കായിരിക്കും അടുത്ത ദിവസങ്ങളിൽ പോവുക. ഒരു പക്ഷേ അത് നാളെ തന്നെയായിരിക്കും. ഉദ്യോഗസ്ഥർ പൂർണ്ണമായും കൃത്യമായി നമ്മളോട് പറയാൻ തയ്യാറാവുന്നില്ല എങ്കിൽ പോലും അവർ നൽകുന്ന സൂചനകൾ പ്രകാരം നാളെ തന്നെ തെരച്ചിൽ പുനരാരംഭിക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. 3 സ്പോട്ടുകൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ നടത്തിയ പരിശോധനകളിലും 3-4 സ്പോട്ടുകൾ കണ്ടെത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോട്ട് എന്ന് പറയുന്നത് മൺകൂനയ്ക്ക് താഴെ ഭാഗത്ത് കിടക്കുന്ന സ്ഥലത്ത് ഈ അർജുൻ ഓടിച്ചിരുന്ന ട്രക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അതിന് സമാനമായ കണ്ടെത്തലുകൾ തന്നെയാണ് ഇപ്പോൾ വീണ്ടും നടത്തിയ പരിശോധനയിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെയോ ഒരു പക്ഷേ മറ്റന്നാളോ തെരച്ചിൽ പുനരാരംഭിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ മുന്നോടിയായിക്കൊണ്ട് തന്നെയായിരിക്കും ഇപ്പോൾ ഒരു പരിശോധനയിലേക്ക് നാവിക സംഘം അവിടെ എത്തി നടത്തിയിരിക്കുന്നതെന്ന് കൂടി പറയേണ്ടി വരും. ഏതായാലും ഹൈക്കോടതി കേസ് നാളെ പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ തെരച്ചിൽ നടത്താനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ തെളിഞ്ഞു വരികയും ചെയ്തത്. ഏതായാലും ആശങ്കകൾ ഒഴിയുന്നു. ഒരു പക്ഷേ ഗംഗാവാലി പുഴയിലെ അടിയൊഴുക്കിന് നേരിയ ശമനമുണ്ട് എന്ന കാര്യം കൂടിയാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ ഈ തെരച്ചിൽ പുനരാരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. നാവിക സംഘം എന്തായാലും നാളെ അവിടേക്ക് തിരിച്ചു വരുമെന്നുള്ള കാര്യം ഏറെക്കുറെ വ്യക്തമാകുകയും ചെയ്തിട്ടുണ്ട്. ബിനിൽ. ഓക്കെ, താങ്ക് യു. എ.കെ. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. ഗംഗാവലി പുഴയിൽ നാവികസേന തിരച്ചിൽ നടത്തിയെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ലഭിക്കുന്നുണ്ട്. നാവികസേനയ്ക്ക് 2.5 നോട്ട്സ് വരെ അടിയൊഴുക്കുള്ളപ്പോൾ മാത്രമാണ് അവരുടെ ഡീപ്പ് ഡൈവർമാർ ഡൈവ് ചെയ്യാറുള്ളൂ, മുങ്ങി തപ്പാറുള്ളൂ. അപ്പോൾ അതിൽ താഴേക്കോ അല്ലെ ആ നിലയിലേക്കോ അവിടുത്തെ ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, അടിയൊഴുക്ക് കാര്യമായി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അല്പമെങ്കിലും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ താൻ എത്തി നേരിട്ട്
നേരിട്ട് തിരച്ചിൽ നടത്താം എന്നുള്ള സന്നദ്ധ കർണാടക സർക്കാരിനെ ഈശ്വർ മാൽപേ, മുങ്ങൽ വിദഗ്ധനായിട്ടുള്ള ഈശ്വർ മാൽപേയും അറിയിച്ചിരുന്നു. മാൽപേ ഗ്രാമത്തിൽ നിന്ന് അദ്ദേഹം പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. അർജുൻ്റെ കുടുംബം ഷിരൂരിലേക്ക് പോകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരമുണ്ട്. മനോഫ് പറയുന്നതനുസരിച്ച് അവിടെ 9-ലധികം മൺകൂനകൾ മുകളിൽ ഭാഗത്ത് കാണുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ അതിലേതെങ്കിലും അർജുൻ്റെ ലോറി അർജുൻ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നത് തിരയുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ തിരച്ചിൽ പുനരാരംഭിക്കുമോ എന്നുള്ളതാണ് ഇനി ആ ആകാംക്ഷ ഉണർത്തുന്നത്. അതിന് അനുകൂലമായ ഒരു കാര്യമായി നാവികസേന ഇപ്പോൾ ദിവസങ്ങൾക്ക് ശേഷം ഗംഗാവലിയിൽ തിരച്ചിൽ നടത്തി അല്ലെങ്കിൽ അതിലൂടെ റൂട്ട് മാർച്ച് നടത്തി എന്നുള്ള ഒരു വിവരം വളരെ സുപ്രധാനമായി നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴ ആശങ്കപ്പെടുത്തുന്നുണ്ട് മലയാളിയെ. എന്തൊക്കെയാണ് മുന്നറിയിപ്പുകൾ എന്ന് നമുക്ക് നോക്കാം. ഈവനിംഗ്